കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലും ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ചുട്ടുപൊള്ളുന്ന ചൂടിനെയും ഈർപ്പത്തെയും അവഗണിച്ചാണ് സ്വദേശികളടക്കം ആയിരങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ എത്തിയത്. രാവിലെ 7 മണിക്ക് എംബസി അങ്കണത്തിൽ അംബാസിഡർ പരിമിത ത്രിപാഠി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള സ്മാരക ശിലാഫലകത്തിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് വന്ദേമാതരം ആലാപനത്തിന് ശേഷം സ്ഥാനപതി ദേശീയ പതാക ഉയർത്തി. ദേശീയഗാന ആലാപനത്തിന് ശേഷം വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന് കീഴിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളും സമഗ്ര വികസനത്തിലേക്കുള്ള തുടർച്ചയായ പ്രയാണവും ഉൾപ്പെടുന്ന രാഷ്ട്രപതി സന്ദേശം അംബാസിഡർ വായിച്ചു. പരസ്പര ബഹുമാനവും സദ്ഭാവനയും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിവരയിടുന്ന ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തെക്കുറിച്ച് സ്ഥാനപതി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി മൈ ഇന്ത്യ മൈ സ്റ്റോറി ക്രിയേറ്റീവ് ക്യാമ്പയിൻ, ഇന്ത്യ ത്രൂ മൈ ലെൻസ് ഫോട്ടോഗ്രാഫി മത്സരം, പെയിൻറ് യുവർ വിഷൻ ഓഫ് വികസിത് ഭാരത് 2047 പെയിൻറ്റിംഗ് മത്സരം എന്നിവ എംബസി സംഘടിപ്പിച്ചിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതികരണമാണ് ഈ മത്സരങ്ങൾക്ക് ലഭിച്ചത്. 3 മത്സരങ്ങളിലെയും വിജയികൾക്ക് അംബാസിഡർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും മലയാളികളുടെ സാന്നിധ്യം ഇത്തവണ വളരെ കുറവായിരുന്നു. ഇന്നത്തെ ഈ പ്രതികൂല കാലാവസ്ഥയിലും രാജ്യസ്നേഹം തുളുമ്പുന്ന നിരവധി പേർ ഇവിടെ പങ്കെടുക്കുകയും ഈ ഒരു പരിപാടി വൻ വിജയമാക്കുകയും ചെയ്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. രാജ്യം ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്രയും ഇന്ത്യക്കാരെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ കഴിയുന്നത് വളരെ ഒരു ആവേശവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പക്ഷേ ഒരു ദുഃഖകരമായ കാര്യം, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തുകൂടുന്ന ഈ ഇന്ത്യൻ എംബസിയുടെ ഈ സ്വാതന്ത്ര്യ ആഘോഷ വേദിയിൽ വളരെ കുറച്ച് മലയാളികളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമായിട്ട് അവശേഷിക്കുകയാണ്. അത് വളരെ വേദനയോടെ ഞാൻ പങ്കുവെക്കുകയാണ് ആ ഒരു വിവരം. മനോഹരമായിട്ട് ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യൻ എംബസിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ഈ സുദിനത്തിൽ ഇന്ത്യൻ എംബസിയുടെ അങ്കണത്തിൽ നിന്നും അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്.